നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. വധശ്രമത്തിനും അതുപോലെ തന്നെ വനിതാ എംപിയെ അപമാനിച്ചു എന്ന ഗുരുതരമായ വിഷയവുമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. വിവിധ വകുപ്പുകൾ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ കേസെടുത്തു, എഫ്ഐആർ ഇട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വധശ്രമത്തിന് രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി നൽകിയത് ബി.ജെ.പി. നേതാക്കളാണ്. രാഹുൽ ഗാന്ധി എംപിമാരെ കൈകാറ്റം ചെയ്തുവെന്നും വനിതാ എംപിയെ അപമാനിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് വധശ്രമത്തിന് ഇപ്പോൾ പരാതി കൊടുത്തിരിക്കുന്നത്. രാഹുൽ ഗാന്ധി കാരണം 2 എംപിമാർക്ക് പരിക്ക് സംഭവിച്ചു. അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ പറഞ്ഞു. സെക്ഷൻ 109, 115, 117, 121, 125, 351 വകുപ്പുകൾ അനുസരിച്ചാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ ബി.ജെ.പി. പരാതി കൊടുത്തിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിലുണ്ടായ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ കാരണം രാഹുൽ ഗാന്ധിയാണെന്നും പരാതിയിൽ ബി.ജെ.പി. ആരോപിക്കുന്നു. ബി.ജെ.പി. എംപി മുകേഷ് രാജ്പുത്തിനും സംഘർഷത്തിൽ പരിക്ക് സംഭവിച്ചതായി നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാരംഗിയെയും അതുപോലെ രജ്പുതിനെയും വിളിച്ച് അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് അന്വേഷിച്ചു എന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രതിഷേധത്തിനിടയിൽ രാഹുൽ ഗാന്ധി ബി.ജെ.പി. എംപിയെ തള്ളിയിട്ട് പരിക്കേൽപ്പിച്ചുവെന്നും ഇടത് കണ്ണിന് സമീപത്ത് പരിക്ക് സംഭവിച്ച പ്രതാപ് ചന്ദ്ര സാരംഗി എംപിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നു. സാരംഗിയെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നു. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ മുറിവ് സംഭവിച്ചുവെന്നും ഇക്കൂട്ടത്തിൽ തന്നെ ആരോപിക്കുന്നു. ഇതുകൂടാതെ രാഹുൽ ഗാന്ധി അകാരണമായി തട്ടിക്കയറിയെന്നാണ് നാഗാലാൻഡിൽ നിന്നുള്ള വനിതാ എംപി ഫാങ് നോങ് കൊന്യാങ് പറഞ്ഞത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെരുമാറ്റമായിരുന്നു രാഹുലിന്റേതെന്നും ഫാങ് നോങ് കൊന്യാങ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിനിടയിൽ മോശമായി തന്നോട് പെരുമാറി. പിന്നാലെ തട്ടിക്കയറുകയും ആക്രോശിച്ച് അടുത്തേക്ക് വരികയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശാരീരിക സാമീപ്യം വളരെ അടുത്തായതുകൊണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ അത്യധികം അസ്വസ്ഥതയാണ് തനിക്ക് അനുഭവപ്പെട്ടതെന്നുമാണ് ഫെന്യോൻ പറഞ്ഞിരിക്കുന്നത്. രാഹുലിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചുവെന്നും ഭീഷണിയുടെ സ്വരത്തിലാണ് രാഹുൽ തന്നോട് തട്ടിക്കയറിയെന്നുമാണ് ഫാങ് നോൻ കത്തിൽ എടുത്തു പറയുന്നത്. വനിതാ എം പി അപമാനിക്കാൻ ശ്രമിച്ചതിൽ രാഹുലിനെതിരെ ബി.ജെ.പി. ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. രാഹുൽ മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നും നേരത്തെ തന്നെ ബി.ജെ.പി. എംപിമാർ പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു ഗുണ്ടയെ പോലെ പെരുമാറിയെന്നാണ് ഇക്കൂട്ടത്തിൽ മന്ത്രി കിരൺ റിജിജുവും ആരോപിച്ചിരിക്കുന്നത്. അതുകൂടാതെ എംപിമാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്നാൽ ഇത് രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള ഒരു നീക്കമായി തന്നെയാണ് നോക്കിക്കാണേണ്ടതെന്നും അങ്ങനെ ഒരു നീക്കം നടക്കുന്നുവെന്ന് കൂടിയാണ് പ്രിയങ്ക ഗാന്ധിയും വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ രാഹുൽ ഗാന്ധിയും പ്രതികരണം പങ്കുവച്ചിട്ടുണ്ട്. പാർലമെന്റ് കവാടത്തിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബി.ജെ.പി. എംപിമാർ തടയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും അതിനിടയിലാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുമാണ് അദ്ദേഹം പറയുന്നത്. മല്ലികാർജുൻ ഖാർഗെയാണ് വീണത്, ബി.ജെ.പി. എംപിമാരാണ് തങ്ങളെ തടയാൻ ശ്രമിച്ചതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.